എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ ആയി നിങ്ങളെയൊക്കെ കണ്ടിട്ട് കേട്ടോ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല, ഷോർട്സ് ഒന്നും ഇട്ടില്ല. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഈത്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറെന്നും പറയാം, കാരണം നിങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മലയാളീസിന്. കാരണം ഇതിനെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിനെ കട്ടാമിട്ട എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഹിന്ദി ടച്ചും മലയാള ടച്ചും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഡിഷ് ഉണ്ടാക്കുകയാണ്. ഡേറ്റ്സ് അഥവാ ഈത്തപ്പഴം. ഇതിനെ ഖജൂർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്കൊരു ഐറ്റം, ഒരു അഡാറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പാക്കറ്റ് ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിത്, ഈ പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ട, ഇത്രയും മതി. കണ്ട, ബാക്കി പകുതി ഞാൻ അങ്ങനെ വെക്കുകയാണ് കേട്ടോ. മക്കൾക്ക് നമുക്കിപ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ ഇത്രയും പകുതി എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് നല്ല കഴുകണം. കാരണം ഇതെല്ലാം പിന്നെ ഈ ഇരിക്കുന്ന ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡേറ്റ്സിന് തന്നെ പല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കൂടിയത് കുറഞ്ഞ എല്ലാം കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാരണ ഉത്സവ പറമ്പിലൊക്കെ കാണത്തില്ലേ, ആ ക്വാളിറ്റി വരുന്ന ഒരു ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ കാരണം ഇതിനകത്തൊരു ഇച്ചിരി മധുരം കൂടുതലായിരിക്കും. നമ്മൾ ഈ ഉണങ്ങിയ ഈ ഖജൂർ ഉണ്ടല്ലോ, ഈ ഡേറ്റ്സ്, ഈത്തപ്പഴം, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത്ര മധുരം കാണത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത് ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇപ്പം തിരഞ്ഞെടുത്തത് കേട്ടോ. മറ്റേ ഈത്തപ്പഴം നമ്മൾ മേടിക്കും, അത് ആ ക്വാളിറ്റി നമ്മൾ അധികം മേടിക്കില്ല, വല്ലപ്പോഴും ഒക്കെ പാക്കറ്റിൽ മേടിക്കും. അത് കുറച്ച് ഡ്രൈ ആയിരിക്കും കേട്ടോ. അതിന് പക്ഷേ മധുരം ശകലം കുറവായിരിക്കും. ഇതാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ, ഇങ്ങനെയുള്ള അച്ചാർ ടൈപ്പ് കട്ടാമിട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. അതാണ്ട് ഞാനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ കഴുകി ഇതിനകത്തിട്ട് ആ വെള്ളത്തിലിട്ട് കഴുകിയപ്പം ഇതിൻ്റെ മുകളിലൊരു സ്കിന്നുണ്ടല്ലോ, അത് ഇളകിയതാണ് ഇത്രയും കളർ വന്നത് കേട്ടോ. കണ്ടിട്ട് ഒരു പുളിവെള്ളത്തിൻ്റെ കണക്ക് തോന്നിക്കുന്നില്ലേ, ആ സ്കിന്നാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇതെല്ലാം അതിൻ്റെതാണ്ട് ഈത്തപ്പഴത്തിൻ്റെ അരികളാണ്. ഇതെല്ലാം അതിൻ്റെ തൊപ്പിക്കുട്ടന്മാരാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ അതിനകത്ത് പാടില്ല കേട്ടോ. തൊപ്പിക്കുട്ടന്മാരെ കണ്ടോ, അതുകൊണ്ട് തൊപ്പിക്കുട്ടന്മാരെല്ലാം നമ്മൾ മാറ്റി. ഇതെല്ലാം ഈത്തപ്പഴത്തിൻ്റെ മുകളിലുള്ള തൊപ്പിക്കുട്ടന്മാർ, അതും സ്കിന്നെല്ലാം മാറ്റി കഴുകി താണ്ട് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പം അകത്തൊന്നും ഒരു കുരുവും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എന്താ പറയുന്നത്, ഇത് ഉണ്ടാക്കുമ്പം. ശരി, നമുക്കിനി വീഡിയോയിലോട്ട് മുന്നോട്ട് പോകാം. ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് കൊടുത്തു, കടായി വെച്ചിട്ടുണ്ട്. ഇതാണ്ടേ തിളപ്പിച്ചാറി വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ചൂടെല്ലാം ആറി കുടിക്കാൻ ഉള്ള തിളപ്പിച്ചാറി വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ കടായിലോട്ട് ഒഴിച്ചു. നമ്മൾ സ്റ്റീൽ കടായിലാണ് വെക്കുന്നത്. അതായത് ഓയിലൊന്നും ഇല്ലാതെ ഒരു ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ചൂടായി വന്നോളും. ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ ഇട്ടു. ശർക്കര അവിടെ തിളയ്ക്കണം കേട്ടോ. ആ സന്ദർഭത്തിൽ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ, അതായത് മസാല ഐറ്റങ്ങളാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. കണ്ടേ, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ആവശ്യമില്ല, ഞാൻ എന്നാലും കുറച്ച് എക്സ്ട്രാ എടുത്തതേ ഉള്ളൂ. കണ്ടേ, കറുവപ്പട്ട, ഒരു 3-4 കുരുമുളക്, ഗ്രാമ്പു 2 എണ്ണം ഇട്ട്, ഏലക്ക, അയ്യോ അതൊന്ന് വീണ്, ഞാനിതിനെ കട്ട് ചെയ്തില്ല, ആകെ മറന്നുപോയി. ഒരെണ്ണത്തിൻ്റെ സത്തിനി അങ്ങനെ കിടന്ന് വീണിട്ടതാണ്ട്. സോമ്പ്, പെരുംജീരകം, ഈ സത്തെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങട്ടെ. നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. നമ്മുടെ കാപ്പി ഇടുന്ന കൊണ്ടില്ലേ, ശർക്കരയാണത്. കുറച്ച് പുളി കേട്ടോ, അതിന് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ച്. പുളിയുടെ അംശമാണ് കേട്ടോ, ഞാൻ നേരത്തെ ഇട്ടതൊക്കെയാണ് ആദ്യം ഇട്ടത്, വീണത്. നല്ല പുളിയാണ് കേട്ടോ, പഴയ പുളിയാണ്, പഴയ പുളി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴയ പുളിയാണ് കേട്ടോ. ഇട്ടതും അതങ്ങ് അലിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെയാണ് മക്കളെ പുളിയെന്ന് പറയുന്നത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചില പുളികളുണ്ടല്ലോ, ഇത് നമ്മുടെ എന്താ പറയുന്നത്, രസം വെക്കാൻ പറ്റിയ പുളിയാണ്. അതുകൊണ്ട് ഇട്ടത് ഉടനെ തന്നെ കണ്ടോ അതിൻ്റെ രസം വന്നത് കണ്ടോ, അതിൻ്റെ റസ്. ശരി, അത് ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. നല്ല തിളച്ച് മറിയുകയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇനി ഇട്ട് കൊടുക്കാം.
മുളക് പൊടിയേ, കാരണം എരി, പുളി, മധുരം, ഉപ്പ് എല്ലാം അടങ്ങിയതാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എരി കൂടുതൽ വേണോ കുറവ് വേണോ. ഞാൻ ഓവറായിട്ട് എരിയൊന്നും ഇട്ടിട്ടില്ല, കാരണം എനിക്കൊരു കൊച്ചു മോനൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കഴിക്കണം. അതുകൊണ്ട് കാരണം ഇതിനകത്ത് മധുരമാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിലും കുറച്ച് എരിയും ഉപ്പും പുളിയും മസാലയുടെ ഐറ്റമുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കണം. കുറച്ച് എന്താ പറയുന്നത്, പുളിരസം വേണം. അതുകൊണ്ടാണ് നമ്മൾ പുളിവെള്ളം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് ഗരം മസാല, ഈ 3 ഐറ്റങ്ങളൂടെ മതി. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത്, കുറച്ച് കായപ്പൊടി ശകലം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ശകലം കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലകളെല്ലാം കിടന്ന് തിളച്ച് ശർക്കര നല്ല പാവ് ആവുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉടനെ തന്നെ കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ ആ മസാല ഒന്ന്, കാരണം നമ്മൾ എണ്ണയിലല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ആ ശർക്കരയുടെ ആ ചൂട് പാനീയത്തിൽ തന്നെ ഇതെല്ലാം നല്ല കുക്കാവുകയാണ്. തരാം മോനെ. വേവുന്ന സമയത്ത് നമുക്കിതെല്ലാം അടച്ച് വെക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മസാല ഐറ്റങ്ങളെല്ലാം അടച്ച് വെച്ച് ഇനി നമുക്ക് വേണ്ടത് അത് വെന്ത് അത് ഇടുന്ന സമയമായി. ഇനി നമുക്ക് നമ്മുടെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതൊരു അച്ചാർ മോഡലാണ് കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചവരുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം. എനിക്ക് ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നാട്ടിലെ ഉത്സവം, പ്രത്യേകിച്ച് ഓച്ചർ അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമ്പം അമ്മയും അച്ഛനൊക്കെ ഞങ്ങളെ ചെറുതിലേ കൊണ്ടുപോകുമ്പം കരിമ്പും ഈത്തപ്പഴമൊക്കെ വാങ്ങുമായിരുന്നു. അന്ന് ഈ ഈച്ചയൊക്കെ പറ്റിയിരിക്കുന്ന കൂമ്പാരം കണക്ക് ഒത്തിരി ഈത്തപ്പഴം ഇരിക്കും. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സത്യം പറയാം അതിൽ നിന്ന് 1 കിലോ 1/2 കിലോ ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ കഴിവത്ത പോലും ഇല്ലായിരുന്നു, അങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചെറുതിലെ ഈത്തപ്പഴം. പിന്നെ ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സന്ദർഭം വന്നപ്പം സത്യം പറയും ഈത്തപ്പഴത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബിരിയാണിയൊക്കെ വെക്കുമ്പം സൈഡ് ഡിഷായിട്ട് നമുക്കിതൊക്കെ വിളമ്പാം. അല്ലാതെ ചുമ്മാതെ കട്ടാമിട്ട് കണക്ക് കഴിക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേ നമ്മൾ പുളി ഇടത്തുള്ളൂ കേട്ടോ. ആ മധുരം ഒന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് പുളി ഇട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഈ കഴിവാതെ ഈ ഈത്തപ്പഴം ചെറുതിൽ ഒരു ട്രിപ്പെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഞാൻ സത്യം മാത്രം പറയണമെന്ന് യൂട്യൂബുകാരോട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വേണ്ടേ ഒന്ന് തീ കൂട്ടി വെച്ച് ഞാൻ അതൊന്ന് കിടന്ന് വേവട്ടെ. തീ കൂട്ടി വെച്ചപ്പോൾ നാണ്ടെ സൗണ്ട് കേൾക്കുന്നു. അയ്യോ ഒരെണ്ണത്തിൻ്റെ തൊപ്പിക്കുട്ട ഇവിടെ നടന്ന് ചൂടുമുണ്ട് കയ്യിലെങ്കിലും ഞാൻ എടുത്ത് അത് നമുക്ക് പറ്റുമല്ലോ. ശരി, തീ ഒന്ന് തിളച്ച് വന്ന് കുറച്ച് വെക്കാം. ഇതൊക്കെ ഒന്ന് ലെവലാവണം. ഒന്ന് തിളച്ച് വന്ന് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കള്ളം പറയല്ലേട്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. മുളക് പൊടി, പിഴുപുളി, മസാല ഐറ്റങ്ങൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ല. നമുക്കിനിയാണ് പുളി ഇടുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പും ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്. ഞാൻ ഉപ്പ് സാധാരണ ഉപ്പല്ല, ഇന്ദുപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റൊക്കെ ഞാൻ വാരി കളഞ്ഞില്ല, കളയത്തില്ല. ഇവിടെ സത്യത്തിൽ 3 തരം ഉപ്പുണ്ട്. അതാണ്ട് ഇത് മീനൊക്കെ, ഇത് കപ്പലണ്ടി വറുത്തതിന് ശേഷം ബാക്കി വരുന്ന ഉപ്പ്, അത് മീനൊക്കെ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് നോർമൽ ഉപ്പ്, വാ കൊപ്പിളിക്കാനും എടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരത്തില്ലേ, ജലദോഷമൊക്കെ വരുമ്പം. പിന്നെ ഇവിടെ ഇന്ദുപ്പാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് എല്ലാം വീണിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്ദുപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇട്ട് കൊടുത്തു. ഞാൻ തീയങ്ങ് കുറച്ച് കേട്ടോ, സ്പൂണ് പിടിച്ചപ്പോഴെൻ്റെ കൈ പൊള്ളി. കുറച്ചും കൂടെ തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ സത്ത് ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തിളപ്പിച്ചാറി വെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. വീട്ടിൽ അഥവാ ഇഞ്ചി അതിന് ചുക്കില്ലേ, ചുക്കുപൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇടാം കേട്ടോ. ഇഡ്ഡലിയെല്ലാം കുഴപ്പമില്ല. അതായത് അതും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലേവർ നമുക്ക് കൂട്ടാം. എൻ്റെ കൈവശമില്ല സത്യത്തിൽ, ചുക്കുപൊടിയൊക്കെ വേണമെങ്കിൽ ബജാറിൽ പോയി മേടിക്കണം. ഇവിടെ കടകളിൽ കിട്ടുമില്ലെന്ന് എനിക്കറിഞ്ഞൂടാ. സത്യത്തിൽ എൻ്റെ കയ്യിൽ ഒത്തിരി നാളായി ചുക്കുപൊടി വന്നിട്ട്. ഇടയ്ക്ക് ഒരാൾ തന്നതുണ്ടായിരുന്നു, അത് എൻ്റെ തീർന്നു പോയി.
ഇനി എനിക്ക് മെയിൻ ഹോൾസെയിൽ കട പോകുമല്ലോ ബജാറിൽ പോകുമ്പം എനിക്കൊരു ചെറിയ ചുക്കുപൊടിയുടെ പാക്കറ്റ് മേടിച്ച് നോക്കണം. നാട്ടിൽ നിന്നൊക്കെ വന്നപ്പം നിങ്ങൾക്കറിയാലോ അവരുടെ സിറ്റുവേഷൻ എനിക്കെല്ലാം ഓർമ്മയൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെ കൊണ്ടുവരണമെന്ന്. പക്ഷേ ഞാനത് കൊണ്ടുവന്നതുമില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലിട്ട് കൊടുക്കാമായിരുന്നു. കണ്ട വെള്ളമെല്ലാം വറ്റി ഇതിനകത്ത് മസാലയും പുളിയും എരിവും എല്ലാം. എരിവൊന്നും നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഒത്തിരി ഓവർ എരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി അറിയത്തില്ല. ഇതിന് ആ മധുരവും പുളിയും എരിവും എല്ലാം കറക്റ്റായിരിക്കണം. നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒട്ടും എണ്ണയോ നെയ്യോ അങ്ങനെയുള്ള ഒരു ഓയിലും നമ്മൾ അതിൻ്റെ 0% ഓയിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ഇരിക്കട്ടെ. താണ്ടേ സംഭവം റെഡിയായി കേട്ടോ. താണ്ടേ നമ്മുടെ അച്ചാർ, കട്ടാമിട്ട അച്ചാർ. ഹിന്ദിയിൽ കട്ടാമിട്ട എന്നാണ് പറയുന്നത്. ഞാൻ ഹിന്ദിക്കാരുടെയും മലയാളിക്കാരുടെയും എല്ലാം കൂടെ എൻ്റെ ഒരു ഓൺ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഒട്ടും എണ്ണയില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി പിള്ളേർക്കും കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം. ശരീരത്തിന് ഏറ്റവും വിറ്റാമിൻ ഉള്ളതാണ്. ഇതിൻ്റെ വിറ്റാമിനെ പറ്റി പറയാനിപ്പോൾ ഞാൻ ഡോക്ടറല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയാം. ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇല. നമ്മളിത് എന്താ പറയുന്നത്, സെർവ് ചെയ്യുന്ന സമയത്ത് നോക്കണം. ഇലയൊക്കെ ലേഡീസ് ആണെങ്കിൽ കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയും. വലിയ പിള്ളേർക്ക് സെറ്റിനോ ഹസ്ബൻഡൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇലയൊക്കെ വരുമ്പോൾ പിടിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വേവുന്ന സമയത്ത് മേളിൽ നിന്ന് തന്നെ ഇത് എടുത്തിട്ട് ഇല മാറ്റാം. പിന്നെ കമ്പും കൊടി ഒരു വലിയൊരു പട്ട ഇട്ടായിരുന്നു, അതിനെ ഇപ്പോൾ കാണുന്നില്ല. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നിങ്ങൾ സെർവ് ചെയ്യാൻ കേട്ടോ. ഏലക്ക് പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും ശീലമാണ്. പായസത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറിയ ബോട്ടലിൽ എടുത്ത് സൂക്ഷിക്കാം. ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. കാരണം നമ്മളിതിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. വേറെ സ്പൂണൊന്നും ഇതിലിടരുത്. ഇതിന് നല്ല തണുക്കണം. പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒരു 2-3 ദിവസം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതൊരു പേടിയുണ്ട്, ഭയമുണ്ട്, ഇത് ചീത്തയാവുന്ന അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഞാൻ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ കാരണം ഇതെനിക്ക് കുറച്ച് നാൾ ഈ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ ഒരു പഴയൊരു ജാമിൻ്റെ ബോട്ടലുണ്ട്, അത് ഞാൻ കഴുകി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ ആയിരുന്നു, കുഞ്ഞിനായിട്ട് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇതും കുട്ടികൾക്കും വരെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സാൻഡ്വിച്ച് കണക്ക് ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ, അത് കഴിഞ്ഞിട്ട് പീനട്ട് ബട്ടറൊക്കെ നമുക്ക് തേച്ചിട്ട് ഇതും മുകളിൽ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് എന്താ പറയുന്നത്, ചെറിയൊരു പാത്രത്തിൽ എന്തായാലും ഇതിൻ്റെ ഒരു കളർഫുൾ കാണണമെങ്കിൽ ഒരു വെള്ള പാത്രത്തിൽ തന്നെ ഒഴിക്കണം. ഞാൻ ആ ഒരു സ്പൂൺ ഒഴിച്ച് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ബാക്കി ഞാനിപ്പം എടുക്കുന്നില്ല. ചൂടാറിയതിന് ശേഷം ഞാൻ ദാണ്ട ഈ ബോട്ടലിൽ എടുത്ത് വയ്ക്കും. വല്ല ബിരിയാണി കഴിക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സമയത്തോ, അല്ലാതെ നമ്മൾ കണ്ടിന്യൂ കഴിക്കത്തില്ല. അങ്ങനെ അപൂർവമായിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ദാണ്ട ഞാൻ വെളിയിൽ കൊണ്ടുവന്നു കേട്ടോ. ജാലില്ല പറയുന്നത്, എരിയില്ലെന്ന്. ജാലില്ലെന്ന് വെച്ചാൽ എരിയില്ലെന്ന്. ദാണ്ട് ഞാൻ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൈവച്ചൊക്കെ കഴിക്കാൻ നമ്മളിതിൽ പുളിമിട്ടയൊക്കെ കഴിക്കത്തില്ലേ, അതേ കണക്ക്. ഒരു പുളിമുട്ടയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈത്തപ്പഴമാണെങ്കിൽ തന്നെ അതിനകത്ത് പുളിയൊക്കെ ചേർത്തില്ലേ. കണ്ട് ഇത് ഈത്തപ്പഴമാണ്. ചൂടുണ്ട് അതിൽ, നല്ല ടേസ്റ്റാണ്. എരിവും പുളിയും എല്ലാം അടങ്ങിയതാണ്. ഒട്ടും എണ്ണയില്ല. നമ്മൾ പഞ്ചസാരയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കഴിച്ചപ്പോൾ എനിക്കൊരു ഏലക്ക കിട്ടി, അത് കാര്യമായി. പഞ്ചസാരയല്ല, നമ്മൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഉറപ്പ് ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ തീരും. ഇറച്ചിയും ബിരിയാണിയും വെക്കുന്ന ദിവസം വരെ കാണുന്നു തോന്നില്ല, ഞാൻ തന്നെ കഴിച്ച് തീർക്കും തോന്നുന്നു. കാരണം ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളി.